കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളം ഇറാൻ ആക്രമിച്ചു. 5 അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തു വന്നു. MQ-9 റീപ്പൺ ഡ്രോൺ 2 തകർത്തതായും ഒരു ഡ്രോണ് തീപിടുത്ത നടന്നതായിരിക്കുന്ന വിവരവുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു പോയ തരത്തിലാണ് ഇറാൻ്റെ മിസൈൽ സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ എയർബേസിൽ പതിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ചില റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറയുന്നു, ഇറാൻ വിട്ടിരിക്കുന്ന മിസൈലിനെ പ്രതിരോധിക്കുന്ന സമയത്ത് അതിൻ്റെ കഷ്ണങ്ങൾ തെറിച്ചിട്ടാണ് പരിക്കേറ്റത് എന്ന റിപ്പോർട്ടുമുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ കുവൈറ്റിലെ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്താൻ പുതിയതായിരിക്കുന്ന എന്ത് വിഷയമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇറാൻ്റെ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു, അത് ഔദ്യോഗിക മീഡിയ അല്ല, അനൗദ്യോഗിക മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു, കുവൈറ്റിൽ നിന്ന് ഓർമസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 തരത്തിലുള്ള ഡ്രോൺ ആക്രമണം അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ എന്തോ ഒരു പ്രവൃത്തി ഓർമസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയത് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ തിരിച്ചത്. IRGCയെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും അമേരിക്കയെ മിസൈലിനെ നിരീക്ഷിക്കുന്ന പണിയാണ് ഇപ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് അപ്പം തന്നെ അതിന് തിരിച്ചടി നൽകുകയും ചെയ്തു. ഈ അമേരിക്കയുടെ ഡ്രോണിന് ഇറാൻ്റെ അതിർത്തി, അത് ഓർമൂസിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ഡ്രോണും കൂടി വന്നു എന്ന് പറയപ്പെടുന്നു.